ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇത് മിയയാണ്. നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മീൻ കാനഡ എന്ന യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർച്ച് 20 സ്പ്രിങ്ങിലെ ആദ്യത്തെ ദിവസമാണ്. എന്നാൽ പിന്നെ കുറച്ചൊരു സ്പ്രിങ് ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. ഏറ്റവും ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മൾ ഒരു റീത്ത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ ഒരു റീത്ത് പോലെ ഇടുന്നത്. അപ്പം ഓരോ സീസണിനും ഓരോ കളർ പോലെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് മാറ്റാമെന്ന്. അപ്പം നല്ലൊരു സണ്ണി ബ്രൈറ്റ് ഡേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഡെക്കർ മാറ്റി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വിൻ്ററിൻ്റെ ഒരു റീത്തായിരുന്നു കിടന്നിരുന്നത്. ക്രിസ്മസ് ഒക്കെ ഉള്ളതുപോലെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്രയോ നാളായി. ഇപ്പോഴാണ് അതൊക്കെ മാറ്റിയിട്ട് ഒരു സ്പ്രിങ്ങിൻ്റെ നല്ല ഫ്ലവറൊക്കെ ഉള്ള ഒരു റീത്തൊക്കെ വെച്ചു. എന്നാൽ പിന്നെ ഇന്ന് കുറച്ച് നൊസ്റ്റു ലഞ്ച് പ്രിപ്പറേഷൻ കാണിക്കാമെന്ന് വെച്ചു. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ അറിയില്ലേ, കായയും കടലയും കൂടി ഇട്ടിട്ട് അവരൊരു ഉപ്പേരി തോരൻ പോലെ വെക്കണത്. ശരിക്കും ഒരു പുഴുക്ക് സ്റ്റൈലാണ്. അപ്പം ഞാൻ എന്നാൽ ഒന്ന് മെഴുക്ക് പുരട്ടി ആക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ നല്ല പച്ച ഉണ്ടായിരുന്നു, അത് 2 എണ്ണം അരിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കറിലൊന്ന് അടിക്കാൻ വെച്ചേക്കാണ്. ലേശം വെള്ളം, ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഈ കായ അടിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈവനായിട്ട് വെന്ത് കിട്ടും. എനിക്ക് എപ്പോഴും അല്ലാതെ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പം ഒരു മുഴുവനും ഈവൻ ആയിട്ട് വെന്ത് കിട്ടാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ 2 കുക്കറിൽ 2 വിസിലടിക്കാൻ വേണ്ടി അത് ഒന്ന് കുക്കറിൽ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇത്തിരി അയലക്കറി വെക്കാമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കുറച്ചൊരു നൊസ്റ്റാൾജിക് കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നി. നല്ലൊരു കോമ്പിനേഷനായിട്ട് കായ കടല ഉപ്പേരിയും അല്ലെ മെഴുക്ക് പുരട്ടിയും അയല കറി പോലെ വെക്കണത്. തോമസ് അധികം മീൻ കഴിക്കില്ല. എല്ലാവരും മീൻ കഴിക്കണ വീടാണെങ്കിൽ കറി വെക്കാൻ നല്ല എളുപ്പമുണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇവിടെ ഭയങ്കര പ്രയോറിറ്റീസാണ്. വറുത്തത് ആണ് ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് മീൻ ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് കറി വയ്ക്കുക, എല്ലാവരും ഇത് തന്നെ കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ അയല വെട്ടണത് ഞാനൊന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ആയിട്ടുള്ള മീനാണ് കിട്ടണത്. ഫ്രോസൺ ആയിരുന്നു. ഇങ്ങനെ തന്നെയാണ് കടയിൽ നിന്ന് മേടിച്ചത്. ക്ലബ് മാക്കറൽ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ സ്റ്റോറിൽ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നിട്ട് ഇത് മേടിക്കുക. ആദ്യം ഞാൻ തല വെട്ടിക്കളയും. എന്നിട്ടൊരു കത്രിക ഇട്ടിട്ട് അതിൻ്റെ എല്ലാ സൈഡും അതിൻ്റെ വയറിൽ നിന്ന് കയറിയിട്ട് എല്ലാ വേസ്റ്റൊക്കെ എടുത്ത് കളയും. ചെതുമ്പൽ കളഞ്ഞിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇത് വെട്ടറിയാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ കുറച്ച് പേരൊക്കെ പണ്ടൊരിക്കൽ ഒരു മത്തി വെട്ടിയ കാണിച്ചപ്പോൾ എന്തൊന്നും അറിയില്ലാന്ന്. എളുപ്പമായിട്ട് ഒരു കത്രിക, നല്ലൊരു കത്തി ഉണ്ടെങ്കിൽ തലയും വാലും ചെതുമ്പലും സൈഡിൽ നിന്നെല്ലാം കളഞ്ഞ് വയറ് കീറി വൃത്തിയാക്കാം. സാധാരണ ഞാൻ നാരങ്ങ ഒഴിച്ചിട്ടാണ് ഇത് ക്ലീൻ ആക്കണത്. പക്ഷേ എനിക്ക് നാരങ്ങ തീർന്നു പോയിട്ടത്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഉപ്പുമാണ് ഇട്ടിരുന്നത്. അതിട്ട് നല്ലതുപോലെ ഉളുമ്പ് കളഞ്ഞ് ക്ലീനാക്കി മീനൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല വെള്ളം വെളുക്കണ വരെ കഴുകുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു രീതി. ഇനി മീൻ വെട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മളിങ്ങനത്തെ വീട് മോഡുലാർ കിച്ചൺ ആകുമ്പോഴത്തേനും മണം നിൽക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ തന്നെ പിന്നെ വേറെ പണിയൊന്നും കഴിയാൻ നിൽക്കില്ല. ചിലപ്പോൾ ഇരട്ടിപ്പണിയായിരിക്കും. നമുക്ക് ഇനിയും പിന്നീട് സിങ്ക് കഴുകേണ്ടി വരുമായിരിക്കും. ഞാൻ അതൊന്നും നോക്കാറില്ല. നല്ലതുപോലെ സിങ്ക് അങ്ങ് കഴുകി. അതിന് ഞാൻ ഉപയോഗിച്ചത് ഡോണിൻ്റെ പവർ വാഷ് എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോഡക്റ്റാണ്. ഡോൺ ഡിഷ് വാഷർ ലിക്വിഡൊക്കെ ഉണ്ടാക്കുന്ന ഡോണില്ലേ, അതിൻ്റെ തന്നെ ഒരു പവർ വാഷാണ്. അത് ഉപയോഗിച്ച് കഴുകിയിട്ട് കുറച്ചൊരു എസെൻഷ്യൽ ഓയിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ലെമൺ ഗ്രാസ് ആണെന്ന് തോന്നുന്നു. ആ ഒരു എസെൻഷ്യൽ ഓയിൽ കൂടെ ഒഴിച്ചു. അപ്പോൾ നല്ല ആ ഒരു ഉളുമ്പ് വാടയൊക്കെ പോയിട്ട് അടുക്കളയ്ക്ക് നല്ലൊരു മണമായിട്ടോ. ഉളുമ്പ് പിന്നെ കഴുകാന്ന് വെച്ചാൽ നല്ല മണമായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, നാട്ടിൽ നിന്ന് പണ്ട് വന്നപ്പോൾ അപ്പച്ചനമ്മച്ചൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നാണ്. അതാണ് നല്ല പുളിയുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുടംപുളിയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ചൂടുവെള്ളവും ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവാൻ എൻ്റെ മമ്മി പറഞ്ഞത് ചൂടുവെള്ളവും ഉപ്പും ഇട്ട് വെക്കാനാണ്. അപ്പോൾ മീൻകറി പെട്ടെന്ന് വെക്കാം. എൻ്റെ ഒരു സ്റ്റൈല് മീൻകറിയാണ്. അയല വെക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്താണ് വെക്കുന്നത്. കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ചതച്ചത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അതൊന്ന് മൂത്ത് തുടങ്ങിയപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ 3-4 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് വാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ജിഞ്ചർ ഗാർലിക്ക് ചതച്ചതല്ലെങ്കിൽ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ടാണെങ്കിലും ഇടാം കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ കുറച്ചുകൂടെ കൊഴുപ്പ് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് അത് ഓൾമോസ്റ്റ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
ലേശം മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് ഒരു അര ടീസ്പൂൺ തന്നെ മതി. ഏറെ ഇട്ടിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളർ വരാൻ. എന്നിട്ട് നല്ല പഴുത്ത 2 തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തൃശ്ശൂർ കോട്ടയം ഫ്യൂഷൻ അയലക്കറിയാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ കോട്ടയം സൈഡിലോട്ടൊക്കെ കുടംപുളി ഇടുമ്പം തക്കാളി ഇടാറില്ല. പക്ഷേ തൃശ്ശൂർ അമ്മച്ചി ഉണ്ടാക്കുമ്പം തക്കാളി ഇടാറുണ്ട്. അപ്പം ഞാനത് രണ്ടും കൂടി ഇട്ടു. നല്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. ആ വെള്ളവും ഈ എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അയലയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒരു സമാസമം കിടക്കണ ഭാഗത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെച്ചിട്ട് ഞാൻ അടുത്ത പണിയിലോട്ട് പോയി. അപ്പോൾ ഇതാ ഒരു ആമസോൺ പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു രണ്ടൊന്ന് ഓർഡറാണ്. ഒരെണ്ണം നീൽ ഗെയിമാൻ എന്ന് പറഞ്ഞ ഒരു ഓർഡറിൻ്റെ ഇത് ഗ്രേവ്യാർഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമാണ് വന്നേക്കുന്നത്. പിന്നെ ഒന്ന് വന്നേക്കുന്ന ഹാറ്റ്ഷെറ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്യാരി പോൾസ് എന്ന് പറഞ്ഞ ഓർഡറിൻ്റെ ആണ്. രണ്ടും കിഡ്സും പേരൻസ് റിലേറ്റഡ് അങ്ങനത്തെ മൂവിയാണ്. പിന്നെ ചെറിയവൻ ഒരു ടെൻറ്റ് മേടിച്ചിട്ടുണ്ട്. ഇപ്പം ഇമ്മാനു വായിച്ചിരിക്കുന്ന ബുക്ക് ജാക്ക് ലാൻഡൻ എന്ന് പറഞ്ഞ ഒരു ഓർഡറിൻ്റെ സെലക്റ്റഡ് സ്റ്റോറീസ് ആയിട്ട് ഒന്നാണ്. നമ്മൾ സ്കൂളിൽ ഹൈസ്കൂളിലല്ല കോളേജിലൊക്കെ പഠിച്ചിട്ടില്ല, കോൾ ഓഫ് വൈൽഡ് എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഉള്ളൊരു ഇന്നർ ചെന്നായ ഉണ്ടെന്ന് പറയുന്ന ഒരു കഥ. അതാണ് ആ കഥ. അതാണ് ആ ഓതർ. അയാളുടെ കുറേ സെലക്റ്റഡ് സ്റ്റോറീസ്. പിന്നെ ഒരു ബുക്ക് ഈ ഇടയ്ക്ക് മേടിച്ചാൽ പിന്നെയും വായിക്കുന്നത് ഇലിയാഡ് ഒഡീസി. നമുക്ക് എല്ലാവർക്കും അറിയാം ഹോമർ ൻ്റെ എന്താ പറയുന്നത് ഗ്രീക്ക് ഇതിഹാസം. അപ്പം ചിലർ ചോദിക്കാറുണ്ട് ഇപ്പം എന്താ മനു വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നെ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവനോട് ഇത് വായിക്കുന്നത് പറയുന്നതിന് പകരം കൂടുതൽ അവൻ ആ ഒരു അവൻ്റെ പിയർ ഗ്രൂപ്പിലൊക്കെ നല്ല വായിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പം വലിയ കുട്ടിയായപ്പം. അപ്പോൾ അവനിങ്ങനെ പറയാം എനിക്ക് അത് വായിക്കണം ഇത് വായിക്കണം. അപ്പോൾ ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള നമുക്കറിയാവുന്ന ക്ലാസിക്കുകളൊക്കെ ആയിരിക്കും. അതല്ല നമുക്കറിയാത്ത ഓതറും പുസ്തകമൊക്കെയാണ് ഞങ്ങൾ റിവ്യൂ നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ മേടിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമ്മളിങ്ങനെ കുറേ ബുക്കുകൾ മേടിക്കുവാൻ ഇഷ്ടമുള്ളത് വായിക്കും. ഇപ്പോൾ പക്ഷേ ആൾക്ക് കുറച്ച് ക്ലാസിക്കുകളോടൊക്കെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് അവൻ്റെ ട്രീ ഹൗസ് സെറ്റ് ചെയ്തു. ഐസക്കിന് ഭയങ്കര ഹാപ്പിയായി. ഒരു ട്രീ ഹൗസ് അല്ല, ഒരു ടെൻറ്റ്. മുന്നേ ഉണ്ടായിരുന്ന ടെൻ്റ് ഒരെണ്ണം പോയതുകൊണ്ട് ഈ വർഷം മേടിച്ചാണ് കേട്ടോ. പിന്നെ ഒരെണ്ണം ഇത് നമുക്ക് ഔട്ട്ഡോറിലും ഇപ്പോൾ സമ്മറല്ലേ, അപ്പോൾ ബാക്ക് യാർഡിലൊക്കെ വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ കളിക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ പുള്ളിയുടെ ജീവിതം മുഴുവനും ടെൻറ്റിൽ ആയതുപോലെയാണ്. പുതിയ വീടൊക്കെ പണിത് ആൾ താമസം മാറ്റിയിട്ടുണ്ട്. എന്നിപ്പോൾ ഞാനൊരു സ്നാക്ക് കൊടുക്കട്ടെ. അതിനകത്ത് മീ എന്ന് പറയുന്ന ഒരു യോഗട്ടാണ്, സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ളത്. വൈറ്റമിൻ ഡി കാൽഷ്യം ഒക്കെ എൻറിച്ച്ഡാന്ന് പറയുന്നു. എന്തായാലും ആൾ അതിനകത്ത് പുതിയ വീട്ടിൽ ഹാപ്പിയാണ്. ആ സമയത്ത് ഞാൻ നമ്മുടെ കറി ഒന്ന് കടുക് പൊട്ടിക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഈ ഒരു കടലയും കായയും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇന്ത്യൻ കോഫി ഹൗസിൽ കണ്ട. പിന്നെ അത് ഞാൻ എൻ്റേതായ ഒരു വേർഷനിലാക്കി എടുത്തേക്കണതാണ് കേട്ടോ. അതിനകത്തോട്ട് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ചൂടായപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിനകത്ത് പച്ച നമ്മുടെ ഈ കുത്തി ചതച്ച മുളകുണ്ടല്ലോ, ക്രഷ്ഡ് ചില്ലി, അതാണ് ഇട്ടേക്കണത്. അധികം ഇട്ടിട്ടില്ല കാരണം നേരത്തെ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ക്രഷ് ചില്ലി നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്നപ്പം നമ്മുടെ കുക്കറിൽ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന ആ ഒരു കായയും കൂടെ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് കടല നേരത്തെ ഞാൻ മെനു പ്ലാൻ ഉണ്ടാക്കുന്ന നമ്മുടെ റെസിപ്പി കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു ദിവസം കടലക്കറിക്ക് വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിരുന്ന കടല ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നായിരുന്നു കേട്ടോ. അതും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വേണേൽ തേങ്ങയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ, കുറച്ചും കൂടെ പുഴുക്ക് പോലെ. പക്ഷെ ഞാൻ മെഴുക്ക് പുരട്ടി പോലെയാണ് ആക്കിയത്. അത് റെഡിയായ സമയത്ത് തന്നെ നമ്മുടെ അയലക്കറി റെഡിയായി. ഞാൻ അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് മേളിലോട്ട് ഇട്ടിട്ട് തീയൊക്കെ ഓഫ് ചെയ്ത് മൂടി വെച്ചു. അതിനകത്ത് ഓൾറെഡി തിള വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം കഴിഞ്ഞ് കഴിക്കാറായപ്പോൾ അയലയുടെ പരുവം ഇതാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുക്കള വൃത്തിയാക്കണം. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും സ്വന്തമായിട്ടൊന്ന് സർവീസ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യണം. കുറേ പേര് ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാമേ. When there's no more hope is left in me, I can see what comes my way, and I'm always lost. There's nowhere else to go. All I do is fall. Feels like I can make it more than I could bear. Giving up is all that I can surrender to you. Arms and hold me with your love. Find my rest and I can see you leave.
എന്നാൽ പിന്നെ ചോറുണ്ണുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൺഡേയിലാണ് മിക്കവാറും ഹെയർ കെയർ സ്കിൻ കെയറിനൊക്കെ ഉള്ള സമയം കിട്ടുന്നത് കേട്ടോ. ഞാൻ തലയിൽ തേക്കണ എണ്ണയാണ് ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കോട്ടക്കലിൻ്റെ വെളിച്ചെണ്ണയാണ്. നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഓൺലൈൻ മേടിക്കാൻ പറ്റും തോന്നുന്നു കോട്ടക്കലിൽ നിന്ന് തന്നെ. ഇനിയിപ്പോൾ കയ്യിലതില്ലെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് കാസ്റ്റർ ഓയിലും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കും. വാൾമാർട്ടിലൊക്കെ കാസ്റ്റർ ഓയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോൾ എണ്ണ തേച്ചാലും ഞാൻ ആഴ്ച ഒരിക്കൽ തന്നെ കഷ്ടി 2 ആഴ്ച കൂടുമ്പം ഒക്കെയുള്ളൂ ഇങ്ങനെ എണ്ണ തേക്കാറുള്ളൂ. തേക്കുന്ന സമയത്ത് നല്ലതുപോലെ തലയൊട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കും. ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒത്തിരി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ഹെയർ കളർ ചെയ്യും, കുറേ ഹോട്ട് ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എന്ത് ചെയ്താലും എണ്ണ തേക്കുന്നതിന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇതുവരെ വെച്ചിട്ടില്ല. നല്ലതുപോലെ എണ്ണ മസാജ് ചെയ്ത് ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ തലയിൽ വയ്ക്കും. എനിക്കത് കൂടുതൽ വെച്ചാൽ ജലദോഷം പിടിക്കും കേട്ടോ. അല്ലാത്തവർക്ക് അത് കൂടുതൽ സമയം വയ്ക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എണ്ണ തലയിൽ പിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് സ്കിൻ കെയർ ടൂൾസ് കാണിക്കാം കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫേഷ്യൽ ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവർ ബ്ലേഡാണ്. അത് നമുക്ക് ആമസോണിൽ ജസ്റ്റ് ഫേഷ്യൽ ഹെയർ റിമൂവർ ബ്ലേഡ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും. എൻ്റെ ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് കുറേ നാൾ മുമ്പ് ഞാൻ ബൾക്കായിട്ട് മേടിച്ചു. ബ്ലേഡെല്ലാം എടുത്ത് വെച്ച് എൻ്റെ കവറ് കളഞ്ഞു. ഞാനിത് ഇവിടെ വിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ അതിൻ്റെ ബ്യൂട്ടി സെഷനിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഇത് ബൾക്കായിട്ട്. നാട്ടിൽ എനിക്കൊന്ന് ഏത് വ്ളോഗേഴ്സും എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്ന് പല ഇന്ത്യൻ മലയാളി ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ ഈ ഇങ്ങനത്തെ ഫേഷ്യൽ ഹെയർ റിമൂവർ വീഡിയോസൊക്കെ ചെയ്ത് ഞാൻ അവിടെ എവിടെയും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. നിങ്ങൾ ആമസോണിൽ ഫേഷ്യൽ ഹെയർ റിമൂവിങ് ബ്ലേഡ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും. ഞാൻ അങ്ങനെയാണ് സെർച്ച് ചെയ്യാറുള്ളത്. പിന്നെ ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ സാധാരണ ബ്ലേഡ് അല്ല കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ ആ ഫസി ഹെയർ ഉണ്ടല്ലോ, ഇങ്ങനെ കുഞ്ഞുകുനാന്നിരിക്കുന്ന ഫേഷ്യൽ ഹെയർ, അത് മാറ്റാണ് ചെയ്യുന്നത്. നമ്മൾ ബ്ലീച്ച് ചെയ്യില്ലേ പണ്ട് ഒക്കെ, ഫേഷ്യൽ ഹെയർ ബ്ലീച്ച്ഡ് ആവാൻ വേണ്ടി അതിന് പകരം ആ ഹെയർ എടുത്ത് കളയുന്നതാണ്. ഇതിങ്ങനെ ചെയ്തതുകൊണ്ട് കൂടുതൽ ഹെയർ വരുന്നത് എനിക്ക് തോന്നണില്ല കേട്ടോ. ഞാനൊരു കുറേ വർഷങ്ങളായിട്ട് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയപ്പോൾ തൊട്ട് ചെയ്യുന്നതാണ്. പിന്നീടാണ് പല ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇത് ചെയ്തതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഈ സെൽഫ് കെയർ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ. എന്ന് മാത്രമല്ല, 35+ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഉള്ള ചോദ്യം ഉള്ള ഒത്തിരി പേരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യണത് ഷെയർ ചെയ്യാം. കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഞാൻ ഈ ഒരു ഫസി ഹെയർ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഒന്ന് ഫേസ് മസാജാണ്. അതിന് ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സെസമി ഓയിലാണ് കേട്ടോ. അപ്പോൾ ഓയിൽ വെച്ച് ഒന്ന് മുഖത്ത് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനൊരു ജെയ്ഡ് റോളർ എന്ന് പറയും, ആ ജെയ്ഡ് റോളർ വെച്ചിട്ടാണ് ഞാൻ മസാജ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഒന്നും ചെയ്യില്ല, ആഴ്ച 1-2 തവണ, പിന്നെ ഓർക്കുമ്പോൾ ഒക്കെ ചെയ്യും. പക്ഷേ എന്തെങ്കിലും ഒരു തരത്തിൽ കൈവച്ചിട്ടോ അല്ലെങ്കിൽ ജെയ്ഡ് റോളർ വെച്ചിട്ടോ മസാജ് ചെയ്യാറുണ്ട്. ഇതും ഞാൻ വിന്നേഴ്സിൽ നിന്ന് മേടിച്ചാണ്. കുറേ നാളായിട്ട് അതുകൊണ്ട് തന്നെ ബ്രാൻഡൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതൊരു റോളറാണ്. ഇത് വെച്ചിട്ട് നമ്മൾ മേളിലോട്ട് അപ്വേർഡ് മൂവ്മെൻറ്റിൽ 2 തരത്തിലുള്ള കല്ലുണ്ട്. ആ കല്ല് വെച്ചിട്ട് നല്ലോണം മസാജ് ചെയ്യും. എന്നിട്ട് ഫേസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സെറ്റാഫിലിൻ്റെ ഒരു ജെൻറ്റിൽ ക്ലെൻസറാണ്. വളരെ മൈൽഡായിട്ടുള്ള സോപ്പാണ്. പിന്നെ ന്യൂട്രോജനയുടെ റാപ്പിഡ് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രബ് ഉണ്ട്. ആ സ്ക്രബും ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സിലിക്കണിൻ്റെ ഒരു ബ്രഷാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ. ഇത് കണ്ടാലിങ്ങനെ ഭയങ്കര റഫാന്ന് തോന്നും. അത് വെച്ചിട്ടാണ് ഫേസ് മസാജ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഹെയറിന് ഈ എണ്ണയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഷാമ്പൂ ചെയ്യണമല്ലോ. ഷാമ്പൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും കണ്ടീഷനിങ് ചെയ്യണം. അപ്പം ഞാൻ ഡൗണിൻ്റെ കണ്ടീഷണറും ഡൗണിൻ്റെ തന്നെ ഷാമ്പൂവാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒക്കേഷണലി ഞാൻ ഈ ആർഗൺ ഓയിലിൻ്റെ മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അതിൻ്റെ ഒരു ആർഗൺ ഓയിൽ കണ്ടീഷനിങ് ഹെയർ പാക്ക്, ഇതിങ്ങനെ ഒരു സാഷേ കിട്ടും. 1 ടൈം യൂസ് ചെയ്യാനാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പം ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റോളം വെച്ചുകൊണ്ടിരിക്കും. ഇനി സ്കിൻ എക്സ്ഫോളിയേഷൻ, നമ്മൾ ഇഞ്ചി തേച്ച് കുളിക്കല്ലേ നാട്ടിൽ പണ്ട് പറയില്ലേ, അതുപോലെ ഇപ്പോൾ ഇവിടെ ഇഞ്ചിയൊക്കെ തേച്ച് കുളിച്ച് മെസ്സി ആവുന്നതിന് പകരം എനിക്ക് തോന്നിയേക്കണം ഇങ്ങനത്തെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ്ബർ മേടിക്കാൻ കിട്ടും. പിന്നെ കാലിൽ കയ്യിൽ ഒക്കെ ഉള്ള ഹെയർ റിമൂവൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും വീറ്റിൻ്റെ ഒരു സിൽക്ക് ആൻഡ് ഫ്രഷ് എന്ന് പറയുന്ന ഇതൊരു ക്രീമാണ് കൈക്കും കാലിനും ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, എക്സ്ഫോളിയേഷനൊക്കെ ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖത്തിടുന്ന ലോറിയലിൻ്റെ റിവൈറ്റാൽ 50% ഹൈലൂറോണിക് ആസിഡുള്ള ഒരു സിറം അവൈലബിൾ ആണ്. കോസ്കോന്ന് മേടിച്ചാണ്. അതാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയിട്ട് എൻ്റെ സ്കിന്നിന് കുറേ സ്കിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു, ഒക്കെ മാറി വന്നു. പിന്നെ അതിൻ്റെ മേളിലിടുന്ന മോയ്സ്ചറൈസർ ഞാൻ ക്ലിനിക്കിൻ്റെ ഡ്രൈ സ്കിന്നിനുള്ളതാണ്. ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസറാണ്. അപ്പോൾ കുളിച്ച് മുടി ഒന്ന് ഡ്രൈ ചെയ്തിട്ടാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ ഡ്രൈ ചെയ്ത മുടിയിൽ ഞാൻ ജസ്റ്റ് ഒരു 2 തുള്ളി ആർഗൻ ഓയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിന് മുടി എന്തായാലും ഞാൻ വെച്ചൊന്ന് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് എപ്പം നമ്മൾ ഹെയറിൽ എന്തെങ്കിലും ഹോട്ട് ടൂൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാനെന്നാൽ ഓൾമോസ്റ്റ് കുറച്ച് കൂടെ നല്ലോണം ഡ്രൈ ആയെന്ന് പറയാൻ പറ്റില്ല, വെറ്റ് തന്നെയാണ്, ഡാമ്പിയാണ് ഹെയർ. അപ്പം ഞാൻ എൻ്റെ ബ്ലോ ഡ്രൈ ചെയ്യാൻ ഇന്ന് എടുത്തേക്കുന്ന സാധനം റെവ്ലോണിൻ്റെ 2 in 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണമാണ്. നമുക്കിത് മുടി കേളും ചെയ്യാം, 3 in 1 ആണ് ആക്ച്വലി. കേൾ ചെയ്യാം, വേണമെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്യാം, ബ്ലോ ഡ്രൈ ചെയ്യാം. അപ്പം എനിക്കിങ്ങനെ കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റായി കിടക്കാനായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ റോൾ ചെയ്തിട്ടാണ് ബ്ലോ ഡ്രൈ ചെയ്യാം. നമ്മൾ സാധാരണ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലോ ഡ്രയർ വേണം, പ്ലസ് ഒരു കോമ്പ് വേണം. പക്ഷേ ഇതിൽ കോമ്പും ആ ബ്ലോ ഡ്രൈയും കൂടെ ഒന്നിച്ചുണ്ട്. അപ്പോൾ ഇതിന് വേണം എൻ്റെ വീക്കിലി ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയാം. ഓയിൽ മസാജ് ചെയ്യും, ഷാമ്പൂ കണ്ടീഷനിങ് ചെയ്യും. ആ കണ്ടീഷനിങ് ഒരു പാക്ക് പോലെ ഒരു 10-15 മിനിറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെയാണ് ഞാൻ കഴുകി കളയുന്നത്. പിന്നെ ഇതുപോലെ ബ്ലോ ഡ്രൈ ചെയ്തെടുക്കും. ഇങ്ങനെ ഒരു ബ്ലോ ഡ്രൈ ചെയ്താൽ ഇത് നമ്മൾ നെക്സ്റ്റ് കഴുകണ വരെ നിൽക്കും കേട്ടോ. മുടി കഴുകണത് വരെ ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ മുടി കഴുകാറുള്ളൂ. നാച്ചുറലായ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാറില്ല, പകരം എൻ്റെ ഒറിജിനൽ ഉള്ളതിൻ്റെ ഒന്ന് വേവി ആയിട്ട് ഇടുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയർ, സ്കിൻ കെയർ. ഞാൻ വീക്കിലി വൺസ് ചെയ്യുന്ന ടൈപ്പ് ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.